ഹായ് ഫ്രണ്ട്സ്, മക്കളെ സ്കൂളിലാക്കി നേരെ പോയത് മേലാമുറി മാർക്കറ്റിലേക്കായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടിൻ്റെ താത്തയും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ താത്തയും കൂടെയാണ് പോയത്. അപ്പോൾ രണ്ടാളും മക്കൾക്ക് വേണ്ടിയുള്ള സ്നാക്സൊക്കെയാണ് ആദ്യം വാങ്ങി ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയി. അവിടെ പോയി വലിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയുള്ളി പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പച്ചക്കറികളും വാങ്ങിച്ച് സെഞ്ചി ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോയത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടായിരുന്നു. നമ്മുടെ കടയിലേക്കുള്ള സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത്. ഈ കാണുന്നത് കോഴിത്തീറ്റയും കാര്യങ്ങളൊക്കെയാണ്. കോഴിത്തീറ്റയൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇക്ക എന്നെയും എൻ്റെ താത്താനെയും ഇങ്ങനെ മാറി മാറി നോക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും തനിയെ അവിടെ പോകാറുണ്ട്. പക്ഷെ ഒരുമിച്ച് പോയപ്പോഴാണ് ഇക്കാക്ക് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ആൾക്കാരാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ റംസൂനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നു. റംസൂനാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങുന്ന നേരത്തൊന്ന് എത്ര വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവൻ ആ പാർക്കിലൊന്ന് കയറി കളിച്ചാലേ അവന് സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതാ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ ഊഞ്ഞാലിലിരുന്ന് ഓരോ വിക്രസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ കുറച്ച് കുറുമ്പനാണ്. അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ അവിടെ കുറച്ച് കാക്കകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാക്ക കുളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ കാക്കകൾ നാണിച്ചിട്ടാവണം അവരവിടെ മാറി നിന്നു. ഞങ്ങൾ പോകാൻ വേണ്ടി കാക്കകൾ നോക്കി നിൽക്കുക, ഞങ്ങളെപ്പോഴാണ് പോകുന്നതെന്നും പറഞ്ഞ്. റംസു ആണെങ്കിൽ പോണ്ട, കാക്ക കുളിക്കുന്നത് കാണണം, ഇവിടെ നിൽക്കും ഉമ്മച്ചി പോണ്ടെന്ന് പറഞ്ഞ് എന്നെ കുറച്ച് നേരം അവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ കാക്കകൾ കുളിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തീരുമാനമായപ്പോൾ ഞങ്ങൾ പോയി. പിന്നെ ഇതാ വീടെത്തി കോഴികൾക്കുള്ള തീറ്റ റെഡിയാക്കുകയാണ്. ക്യാബേജ് അരിഞ്ഞതും ഗോതമ്പ് തവിടും കൂടെ വെള്ളം നനച്ച് മിക്സ് ചെയ്തിട്ടാണ് കോഴികൾക്ക് ഇന്നിട്ട് കൊടുക്കുന്നത്. അവരിതാ തീറ്റ കൊണ്ടുവരുന്നതും കാത്ത് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ ഓടിയൊരു വരവാണ്. എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് തീറ്റ എടുത്ത് അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരെല്ലാം മാറിപ്പോവും. പിന്നെ അവരുടെ പാത്രത്തിലേക്ക് തീറ്റ ഇട്ട് കൊടുത്തു. ഇപ്പം എല്ലാവരും കൂടെ ഓടി ഇങ്ങ് വരും. ഇനി അടുത്തത് വെള്ളം മാറ്റി കൊടുക്കലാണ്. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.